രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവൽ ഉപ്പുമാവ്, അതായത് ഇവിടെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോഹ എന്ന് പറയും, അതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് പച്ചമുളക് കീറിയിട്ടുണ്ട്, ഈ വലിപ്പത്തിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കപ്പലണ്ടി, ഇങ്ങനെ പച്ചക്കപ്പലണ്ടി ആയിരുന്നു, അതിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഈ കപ്പലണ്ടി ഒന്നും ചേർക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് എല്ലാം മൊത്തത്തിലിട്ടിട്ട് കുറച്ച് ഞാനിങ്ങനെ സെപ്പറേറ്റ് എടുത്തു. എന്നിട്ട് ഇതിലേക്ക് ആ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അതൊന്ന് വഴന്ന് വന്നുടനെ ഇതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങാനീര് വേണം. അപ്പം ഞാൻ 2 ചെറിയ നാരങ്ങയായിരുന്നു, അതിന് ഒത്തിരി നീരില്ലാത്തതുകൊണ്ട് 2 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നുടനെ അതിലേക്ക് മസാല ഡ്രൈ ആയതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ, 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്നേരം അവൽ ഞാനൊന്ന് കഴുകി അവിടെ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവലോട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തീ അങ്ങ് ഓഫാക്കി. എന്നിട്ട് കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേർക്ക് വേണ്ടിയത് ഞാൻ എടുത്തങ്ങ് മാറ്റി, കാരണം അവർക്ക് കപ്പലണ്ടി കുറച്ച് മതിയല്ലേ. എന്നിട്ട് ബാക്കി എടുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി ബാക്കിയുള്ളവർക്ക് ഉള്ളതിൽ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് ആ പച്ചമുളകാണ് എടുത്ത് മാറ്റുന്നത്, അത് എനിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ പച്ചമുളകൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കഴിക്കാൻ നേരം അതെടുക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ തുണി കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ തുണിയൊക്കെ ഒന്ന് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരാൾ രാവിലെ പുക ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് നിവർത്തിയില്ലാഞ്ഞ് വന്ന് പിന്നെ അത് കഴിക്കേണ്ടി വന്നു. അതിനുശേഷം ഒരു ഉരുളൻകിഴങ്ങ് തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങൊക്കെ കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് അതിലേക്ക് സവാള ഇട്ട് വഴറ്റി അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും തേങ്ങയെല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഈ അരിഞ്ഞ് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഒതുക്കി തീ കുറച്ച് അടച്ച് വെച്ചിരുന്നാൽ മതി. ഈ ഉരുളൻകിഴങ്ങിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് തീ കുറച്ചിടണമെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പം കുറച്ച് നേരം ഞാനൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.